യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം, കടം വാങ്ങാതെ ജീവിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഒരു വാക്ക് നിങ്ങളുടെ മുമ്പിൽ ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. നമ്മളെല്ലാവരും കടം വാങ്ങുന്നവരാണ്. ഇന്ന് നോക്കിയാൽ നമ്മളൊരു സാധനം വാങ്ങണമെങ്കിൽ പോലും EMI ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് എല്ലാവരും അതിന്റെ പിന്നാലെ നടക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്ത് കടബാധ്യത കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കടബാധ്യത കൂടുന്നത്? ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് വിടുതലുണ്ടാകും? കടം വാങ്ങാതെ എങ്ങനെ ജീവിക്കുവാനായിട്ട് കഴിയും എന്നതിനെ കുറിച്ച് ഒരു ഭാഗം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കടം വാങ്ങുന്നത് തെറ്റ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കടം വാങ്ങാതെ എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ചാണ്. അതിനാധാരമായിട്ട് സദർശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അവിടെ പറയുന്ന ഒരു ഭാഗമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയും ദൈവഭക്തിയും ഉണ്ടെങ്കിൽ അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രൊമോഷനാണ്, ഒരു ഗിഫ്റ്റാണ് ധനം, മാനം, ജീവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഭക്തി ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമ്പത്തിന് കുറവ് വരത്തില്ല, മാനത്തിന് കുറവ് വരത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ നേടുവാനായിട്ട് കഴിയും എന്ന കാര്യം നിങ്ങൾ ആരും മറന്നു പോകരുത്. അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ധനവാൻ ദരിദ്രനെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ, നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും, അവന്റെ കോപത്തിന്റെ വടി ഇല്ലാതെയാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം, കടം വാങ്ങിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവരുടെ ദാസനാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് കടം വാങ്ങാതെ ജീവിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കർത്താവിന്റെ സന്നിധി താഴ്മയും ദൈവത്തിന്റെ ഭക്തിയും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുഭിക്ഷമാകും എന്ന കാര്യം മറന്നു പോകരുത്. ഇത് വെറും വചനം മാത്രമല്ല കേട്ടോ, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് ദൈവത്തിന്റെ വലിയ വിടുതലാണ്.